ഹലോ മക്കളെ, അക്ഷയ് സാറാണ്. നമ്മുടെ 8 CBSE ക്യൂരിയോസിറ്റി ടെക്സ്റ്റ് ബുക്കിൽ വളരെ രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് അവർ ഹോം എർത്ത് യുണീക്ക് ലൈഫ് സസ്റ്റെയിനിങ് പ്ലാനറ്റ്. വളരെ രസകരമാണെന്ന് പറയാൻ കാരണം നമ്മൾ ജീവിക്കുന്ന നമ്മുടെ പ്ലാനറ്റിനെ കുറിച്ച് നമ്മൾ അവിടെ വളരെ വിശദമായി തന്നെ പഠിക്കുന്നുണ്ട്. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ 8 പ്ലാനറ്റ് ഉണ്ടായിട്ടും അതിൽ ലൈഫ് സസ്റ്റെയിൻ ചെയ്യുന്ന, ജീവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാനറ്റ് എർത്താണ്. അതിന് പലവിധ കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സോളാർ സിസ്റ്റത്തിൽ ഹാബിറ്റബിൾ സോണിൽ വരുന്നത് കൊണ്ടാണ്. ഹാബിറ്റബിൾ സോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ വാട്ടർ ലിക്വിഡ് ഫോമിൽ അവൈലബിൾ ആവുന്ന ഒരു പൊസിഷനാണ്. ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ എർത്ത് ഒരു പക്ഷേ സണ്ണിനോട് ചേർന്നാണ് വന്നിരുന്നതെങ്കിൽ നമുക്കറിയാം ചൂട് കൂടുകയും വാട്ടർ വേപ്പർ ഫോമിലേക്ക് മാറുകയും ചെയ്യും. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഭൂമി സൂര്യനിൽ നിന്ന് അകന്ന് ഡിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വെള്ളം എന്ന് പറയുന്നത് ഐസായി മാറാൻ, ഫ്രോസൺ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കറക്റ്റ്ലി എർത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ആ ഒരു ഹാബിറ്റബിൾ സോണിൽ ഉണ്ടായതുകൊണ്ട് വാട്ടറാണ് നമുക്ക് ലിക്വിഡ് ഫോമിൽ അവൈലബിൾ ആണ്. ലൈഫ് സസ്റ്റെയിൻ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. പിന്നെ മറ്റൊന്ന് ഭൂമിയുടെ സൈസാണ്. ഭൂമിയുടെ സൈസ് എന്ന് പറയുന്നത് കൃത്യമായി അറ്റ്മോസ്ഫിയറിനെ ഹോൾഡ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൃത്യമായി നമ്മളെല്ലാവരെയും ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്താനും ഒക്കെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സൈസാണ് ഭൂമിക്കുള്ളത്. അതുപോലെ തന്നെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് പുറത്തുനിന്ന്, അത് എക്സോ സ്പേസിൽ നിന്ന് വരുന്ന പാർട്ടിക്കിൾസ്, കോസ്മിക് ആയിക്കോട്ടെ, ഇനി മറ്റു പാർട്ടിക്കിൾസിനൊക്കെ ഡിഫ്ലക്ട് ചെയ്ത് കളയാൻ വേണ്ടി ഈ മാഗ്നറ്റിക് ഫീൽഡ് ഒരുപാട് സഹായിക്കുന്നുണ്ട്. സാറ് വന്നിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനമായി ശാസ്ത്ര ലോകത്തെ അത്ഭുതപ്പെടുത്തുകയും അതുപോലെ തന്നെ ഒരുപാട് രീതിയിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് ക്യൂരിയോസിറ്റി, ആ ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടുപിടുത്തം പുതുതായി ശാസ്ത്രലോകം സംഭാവന ചെയ്തിട്ടുണ്ട്. ഭൂമിക്ക് സമാനമായ രീതിയിലുള്ള ഒരു പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള തരത്തിൽ ഭൂമിയോട് സമാനമായി എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പുതിയ പ്ലാനറ്റ് റീസെൻ്റ്ലി കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. നാസയുടെ കെപ്ലർ ടെലസ്കോപ്പിലൂടെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ ഈ പ്ലാനറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് 146 ലൈറ്റ് ഇയർ അകലെയാണ് ഈ പ്ലാനറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുമായി സമാനതയുണ്ടെന്ന് പറയാൻ മറ്റൊരു കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈസാണ്. ഭൂമിയിൽ നിന്നൊരു 6% മാത്രമാണ് ഇൻക്രിമെൻറ്റ്, സൈസിൻ്റെ വലിപ്പം ഒരു 6% മാത്രമേ കൂടുതലുള്ളൂ. ഇനി ഇതിൻ്റെ റവല്യൂഷൻ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഭൂമിയിൽ 365 ഡേയ്സ് 1/4 ഡേയ്സ് ആണ് എർത്ത് എടുക്കുന്ന, റവല്യൂഷൻ എടുക്കുന്ന സമയമാണെങ്കിൽ ഇവിടെ 355 ദിവസമാണ് ആ പ്ലാനറ്റ് അവരുടെ സ്റ്റാർ, നമ്മുടെ സ്റ്റാർ സണ്ണാണ്, അപ്പോൾ അവരുടെ സ്റ്റാറിനെ റിവോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഒരുപാട് രീതിയിൽ സിമിലാരിറ്റീസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സണ്ണ് പോലെ അത്രത്തോളം ബ്രൈറ്റോ അതുപോലെ തന്നെ അത്രത്തോളം ഹീറ്റോ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റാർ അല്ല അവിടെയുള്ള സൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ റേഞ്ച് ആ പ്ലാനറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അവിടുത്തെ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -70 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു പക്ഷേ ശാസ്ത്രജ്ഞർ വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അവിടെ വളരെ തിക്കായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ ആ ചൂടിനെ ട്രാപ്പ് ചെയ്ത് അവിടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് പുതിയതായി ശാസ്ത്രലോകം പറയുന്നത്. അതിൻ്റെ ഫലമായി തന്നെ അടുത്ത ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശാസ്ത്രലോകം തീരുമാനിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ഈ പ്ലാനറ്റിൽ ബാക്കി ഇനി എന്തൊക്കെ സാധ്യതകളുണ്ട്, ജീവൻ്റെ മറ്റു സാധ്യതകളെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ശാസ്ത്രലോകം. ഇത് വളരെയധികം ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന കാര്യമാണ്, എസ്പെഷ്യലി യങ് മൈൻഡ്സ് ആയ നിങ്ങളിൽ. മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.